അടുത്ത് സിമ്പിളായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ തട്ടിക്കൂട്ട് ക്യാൻവാസ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് മിനി ഫ്രെയിമാണ് കേട്ടോ. സിമ്പിളായിട്ട് പേപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനമാണ്. കുട്ടി കുട്ടി ഗിഫ്റ്റിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാക്കിയാണ്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റും. റൂമിലൊക്കെ ഡെക്കോറാക്കിയാണ്. എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ആൻഡ് 70 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 4 സൈഡിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ട് 4 വര വരക്കുന്നുണ്ട്. പിന്നെ 4 കോർണർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഫുൾ ലൈൻ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. 17 സെൻറ്റിമീറ്റർ എടുത്ത ഭാഗത്ത് നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇട്ടാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രോസ് ആക്കി വരച്ചിട്ട് ഒരു ചെറിയ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കി വെക്കാൻ പറ്റും. റൂമിലൊക്കെ വെക്കുമ്പോൾ നല്ല നൈസായിരിക്കും. ക്യൂട്ടായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്ത് കണ്ട് അതിൻ്റെ അതേ അളവിൽ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് കണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിത് ബോക്സാക്കി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്ലെയിനായിട്ട് അവിടെ ഇരിക്കില്ല, ഒരു ഫ്രെയിമായിട്ട് നമുക്ക് അവിടെ വെക്കുകയും ചെയ്യാം. ഇതിലൊക്കെ ഒരു കോർണറിലോ അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കോറേറ്റ് വെക്കുകയൊക്കെ ചെയ്താൽ അടിപൊളിയായിക്കാരം ക്യൂട്ടായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ. ടൈംലെസ് കാരണം ഞാൻ അതൊന്നും വെച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഒരു ഹാർട്ട് വെച്ച് കണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു കാർഡൊക്കെ വെച്ച് കണ്ട് ഞാൻ അത് ഫ്രെയിം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിലൊരു പേപ്പർ എടുക്കുക, 4 ഭാഗം ലൈൻസ് ഇടുക, 4 കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വലുപ്പത്തിലെടുത്ത സൈഡിൽ നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇട്ട് ക്രോസ് ആക്കി വരച്ചാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവുക ഫ്രെയിം.